ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ തമ്പനയിൽ കണ്ട പോലെ ഒരു 4-5 മാസം പ്രായമുള്ള കുട്ടികൾക്കുള്ള ഒരു ഫ്രോക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ പാറ്റേണിനായിട്ട് ഒരു പീസ് പേപ്പർ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒന്ന് ഫോൾഡഡ് സൈഡാണ്, ബാക്കി മൂന്നും ഓപ്പൺ സൈഡാണ്. ലെങ്ത്ത് വരുന്നത് 6 ഇഞ്ചാണ്. ഇനി അതിൻ്റെ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യാം. ഷോൾഡർ വന്നിട്ട് ഒരു 4.25 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ആം ഹോള് ഒരു 4.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് 4.5 ഇഞ്ച് ആം ഹോൾ അത്രയും വരില്ല, കുറച്ച് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനാണ്. എന്നിട്ട് അതൊരു ബോക്സ് പോലെ അവിടെ വരച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചെസ്റ്റ് ഒന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് വന്നിട്ട് 5 ഇഞ്ചാണ് ഞാനവിടെ മാർക്ക് ചെയ്യുന്നത്. നമുക്ക് ആ ഒരു പോയിൻ്റ് മാത്രം മതി, ആ ചെസ്റ്റ് പോയിൻ്റ്. എന്നിട്ട് നമ്മളൊന്ന് ആം ഹോൾ വരയ്ക്കുന്ന പോലെ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കണം. ഇനി ആ മുകളിൽ നിന്ന് ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു 4 ഇഞ്ച് ഒന്ന് ആ ഒരു ലൈനിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ആം ഹോൾ വരച്ചില്ലേ, ആ ലൈനിൽ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ കോർണറിൽ നിന്ന് അതിലേക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുകയാണ്. ആ 4 ഇഞ്ച് മാർക്ക് ചെയ്തതിലേക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുകയാണ്. ഇനി നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യാം. 1.25 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത്. 2 ഇഞ്ച് നെക്കിൻ്റെ ലെങ്ത്ത് ഞാനവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ബോക്സ് പോലെ വരച്ചെടുക്കാം. എന്നിട്ടൊരു യു നെക്കാണ് ഞാനവിടെ മാർക്ക് ചെയ്യുന്നത്. യു ഷേപ്പിൽ മാർക്ക് ചെയ്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. പാറ്റേൺ വെട്ടി വയ്ക്കുകയാണെങ്കിൽ ബിഗിനേഴ്സിനൊക്കെ എളുപ്പമാവും. അതുപോലെ തന്നെ തുണിയും വളരെ കുറച്ച് മതി. അപ്പോൾ ഇതുപോലത്തെ 2 പീസ് നമുക്ക് വേണം കേട്ടോ. ഫ്രണ്ടിലേക്കും അതുപോലെ തന്നെ ബാക്കിലേക്കുമായിട്ട് 2 പീസ് നമുക്ക് വെട്ടിയെടുക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ലൈനിങ് പീസും. അപ്പോൾ ഞാനൊരു പീസ്, ഇതായത് നമ്മുടെ പാൻറ്റ് തയ്ച്ചതിൻ്റെ ഒരു ബാക്കി തുണിയാണ്. അപ്പോൾ അതിൻ്റെ ഫോൾഡഡ് സൈഡിലേക്ക് നേരെ വരാൻ പാകത്തിന് ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് ഒന്ന് നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ ഈ പാറ്റേൺ വെച്ചിട്ട് വരച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പണി തീരും. അതുപോലെ തന്നെ തുണിയും വളരെ കുറച്ച് മതി. നേരിട്ട് ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നേരിട്ട് തുണിയിലേക്ക് മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ പാറ്റേൺ വെച്ചിട്ട് വരച്ചെടുക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിരിക്കും. അപ്പം നമ്മൾ ഫ്രണ്ട് പാർട്ട് ഇപ്പോൾ വരച്ചെടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് പാർട്ടും കൂടെ കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് 2 പീസ് ക്ലോത്താണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. 2 എണ്ണമാണ്, ഒറ്റ പീസല്ല. കാരണം അങ്ങനെയാണ് കിട്ടിയിട്ടുള്ളൂ. അതിലൊരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഈ ഒരു പാറ്റേൺ തന്നെ നമുക്ക് വീണ്ടും വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുമിച്ചിട്ട് വെട്ടാം, അങ്ങനെയും വെട്ടാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടും വെട്ടാം. ഞാനിപ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വെട്ടുന്നതാണ്. അപ്പോൾ 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മളിതെല്ലാം ഒന്ന് വരച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റുക. കാരണം ബാക്കിൽ നമുക്ക് എന്തെങ്കിലും കൊളുത്തോ അല്ലെങ്കിൽ പ്രസ് ബട്ടണോ എന്തെങ്കിലും പിടിപ്പിക്കണമെങ്കിൽ 1/2 ഇഞ്ച് ഗ്യാപ്പ് ആവശ്യമാണ്. അപ്പോൾ ഞാൻ തുണിയിൽ ഒരു 12 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഫ്രോക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് മൊത്തം 16 ഇഞ്ചാണ്. 6 ഇഞ്ച് യോക്കിൻ്റെ പോയി ബാക്കി 10 ഇഞ്ച് വേണം. അപ്പോൾ 2 ഇഞ്ചും കൂടെ എക്സ്ട്രാ തയ്യൽ തുമ്പ് ഇട്ടിട്ട് 12 ഇഞ്ച് നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാനത് ഫോൾഡ് ചെയ്തേക്കണ വശം ഒന്ന് വിടുവിക്കുകയാണ്. ഇനി ഈ തുണി നമുക്കൊന്ന് കറക്റ്റായിട്ടൊന്ന് രണ്ടായിട്ട് മടക്കി വയ്ക്കാം. ഇപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം, അതായത് ഈ സ്കേർട്ട് പാർട്ടിൻ്റെ മുകൾ ഭാഗം എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടല്ല ഇരിക്കണേ. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് കർവ് ചെയ്തൊന്ന് വരച്ചെടുക്കണം. കാരണം ആ യോക്ക് എന്ന് പറയുമ്പോൾ ഒരു വളഞ്ഞിരിക്കുന്ന ടൈപ്പാണല്ലോ. അപ്പോൾ അതിലേക്ക് അങ്ങ് ചേർന്നിരിക്കാനായിട്ട് ഒന്ന് കർവ് ചെയ്ത് നമുക്ക് വരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാൻ ആ ഫോൾഡഡ് സൈഡിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ഒന്ന് താഴേക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കുകയാണ്. അങ്ങേയറ്റം വരെ വരയ്ക്കണ്ട. അങ്ങേറ്റത്ത് നമുക്കൊരു ചെറിയ ഒരു ആം ഹോൾ പോലെ നമുക്ക് വരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അങ്ങേയറ്റം വരെ വരയ്ക്കണ്ട. അവിടുന്ന് ഒരു 1 ഇഞ്ച് ഇപ്പുറം വരെ നമ്മൾ വരച്ചെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ കണ്ടോ ആ ഒരു കോർണറിലൊന്ന് ചെറുതായിട്ട് ഒരു ആം ഹോൾ പോലെ വരച്ചെടുക്കും. ഒരു 1 ഇഞ്ച് ഇപ്പുറത്തേക്ക് മാറ്റിയിട്ട് ഒരു ആം ഹോൾ പോലെ വരച്ചെടുക്കുകയാണ്. നമ്മുടെ ഈ യോക്ക് നൈറ്റിയൊക്കെ കട്ട് ചെയ്യില്ല, അതുപോലെ തന്നെ സംഭവം. അപ്പോൾ ഇവിടെ നിന്ന് ഒന്ന് കർവ് ചെയ്ത് ഒരു ചെറിയൊരു ഷേപ്പ് കൊടുത്തിട്ട് ഞാൻ ഒന്ന് വെട്ടിയെടുക്കുകയാണ്. കണ്ടോ, ചെറുതായിട്ട്. ഇനി അതിൻ്റെ സെൻറ്റർ ഒന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. സ്കേർട്ടിൻ്റെ സെൻറ്ററും അതുപോലെ തന്നെ നമ്മുടെ യോക്കിൻ്റെ സെൻറ്ററും ഒന്ന് മാർക്ക് ചെയ്യാം. യോക്കിൻ്റെ സെൻറ്റർ നമ്മൾ കട്ട് ചെയ്യുന്നില്ല, ഒരു ചോക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യണുള്ളൂ. കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഷേപ്പ് മാറിപ്പോയാലോ എന്ന് ഓർത്തിട്ടാണ്. എന്നിട്ട് ആ സെൻറ്ററും കൂടെ യോജിപ്പിച്ച് വെച്ചിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ടിട്ട് കറക്റ്റ് യോക്കിൻ്റെ ആം ഹോളും
പിന്നെ സ്കേർട്ടിൽ നമ്മളൊരു ചെറിയ ആം ഹോൾ പോലെ വരച്ചിട്ടില്ല, അതും കൂടെ ഒരുമിച്ച് വരാൻ പാകത്തിന് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ടെടുക്കുക. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ തന്നെ സെയിം കളറിലെ ലൈനിങ് ഉണ്ടെങ്കിൽ അത് വെട്ടി ഒരുമിച്ച് അടിച്ച് മറച്ചിടേണ്ടതാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്യണതെന്ന് നോക്കാം. നമ്മുടെ സ്കേർട്ട് പാർട്ടിൻ്റെ ആം ഹോള് നമുക്കൊന്ന് മടക്കി അടിക്കേണ്ടതുണ്ട്. അതിന് മുമ്പ് നമുക്ക് ഈ യോക്ക് ഒരു ലൈനിങ് തുണിയിൽ വെച്ച് ആദ്യം അതിൻ്റെ നെക്കൊന്ന് അടിച്ചെടുക്കുക. നെക്കും അതുപോലെ തന്നെ അതിൻ്റെ ആം ഹോളില്ലേ അതും ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് അതൊന്ന് മറിച്ചിടണം. അതിൻ്റെ ആം ഹോളൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. അതിൻ്റെ താഴെ കൂട്ടി യോജിപ്പിക്കണ്ട കേട്ടോ. ഞാൻ ലൈനിങ്ങിൽ കൂടെ മാത്രം അടിച്ച് എളുപ്പത്തിന് ഇങ്ങ് വന്നതാണ്. 2 ആം ഹോളും നെക്ക് മാത്രം ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നെക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. എക്സ്ട്രാ തുണി ഉള്ളതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ചെറിയ ചെറിയ നോച്ചസ് ഇടുക. എന്നിട്ട് ബാക്കിയുള്ള ലൈനിങ് പീസൊക്കെ ഒന്ന് മുറിച്ച് മാറ്റേണ്ടതാണ്. അതിന് ശേഷം അതൊന്ന് തിരിച്ചിടുക. തിരിച്ചിട്ടതിന് ശേഷം നമ്മുടെ ആ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കേണ്ടത്. അതുപോലെ തന്നെ എൻ്റെ താഴ്ഭാഗം ഒന്ന് ജോയിൻ ചെയ്തെടുക്കേണ്ടത്. ആദ്യം അടിച്ചപ്പോൾ താഴ്ഭാഗം അടിച്ചിട്ടില്ല, വെറുതെ ലൈനിങ്ങും കൂടെ അടിച്ചിങ്ങ് പോകുന്നേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ഫ്രണ്ടും അതുപോലെ തന്നെ ബാക്കും നമ്മൾ യോജിപ്പിച്ച് ഷോൾഡറൊക്കെ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഷോൾഡറൊക്കെ യോജിപ്പിക്കുന്ന വിധം കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ആം ഹോള് നമ്മൾ 2 സൈഡിലും വെട്ടിയെന്ന് പറഞ്ഞില്ലേ, ആ ആം ഹോളൊന്ന് ചെറുതായിട്ടൊന്ന് മടക്കി ഒരു 1/4 ഇഞ്ച് മടക്കിയിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അങ്ങനെ 4 ആം ഹോളും ഫ്രണ്ടിൽ 2 എണ്ണം അതുപോലെ ബാക്കിൽ 2 എണ്ണം അത് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് ഞൊറിവ് ഇട്ട് കൊടുക്കുക. ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അങ്ങേറ്റത്തേക്ക് എത്തുമ്പോൾ പ്ലീറ്റ്സ് വേണ്ട, നടുക്ക് സെൻറ്ററിൽ മാത്രം കുറച്ച് പ്ലീറ്റ്സ് മതി. ഇതിന് ശേഷം നമുക്ക് ഈ യോക്ക് പോർഷനിൽ വെച്ച് ഇതൊന്ന് അടിച്ചെടുക്കാം. നമ്മുടെ ഈ സ്കേർട്ടില്ലേ അത് നമ്മുടെ യോക്ക് പോർഷനോട് ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്ലീറ്റ്സ് കുറവാണെങ്കിൽ 1-2 പ്ലീറ്റ്സ് അങ്ങ് അഴിച്ചിട്ടേച്ചാൽ മതി. കൂടുതലാണെങ്കിൽ ഒന്നുകൂടെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തേച്ചാൽ മതി. ഇനി നമ്മുടെ യോക്കിൻ്റെ മുകളിൽ കൂടെ ഞാനൊന്ന് പതിച്ചടിക്കുന്നുണ്ട്. അതിന് ശേഷം സൈഡും താഴ്ഭാഗവും ഒന്ന് ജോയിൻ ചെയ്ത് ചേർക്കാം. ഇതൊക്കെ ഇതിന് മുമ്പുള്ള വീഡിയോസിൽ സൈഡ് ജോയിൻ ചെയ്യുന്നതും താഴ്ഭാഗം മടക്കി അടിക്കുന്നതും ഒക്കെ ഇതിന് മുമ്പുള്ള ഫ്രോക്കിൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കണ്ടു അറിയാമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക്. ഇതിൻ്റെ താഴ്ഭാഗം ഞാനിപ്പോൾ മടക്കി അടിക്കുക കേട്ടോ. ഇതോടെ മടക്കി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോക്കിൻ്റെ പരിപാടി കഴിഞ്ഞു. വളരെ സിമ്പിളാണ്, നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. കണ്ട വളരെ ഭംഗിയുള്ള ഒരു ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. 4-5 മാസം പ്രായമുള്ള കുട്ടികൾക്ക് വരെ ഇടാവുന്നതാണ്. നമുക്കിനി അവിടെ ലേസ് വെക്കണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ 2 ബട്ടൺസോ എന്തെങ്കിലും വെക്കാം. അതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.